അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസ് ഉമ്മയുടെ അടുക്കൽ നിന്ന് സങ്കടപ്പെടുകയാണ്. ഉമ്മ ചോദിച്ചു, ഷാമോനെ, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി? ഉമ്മാനോട് പറയ്. ഉമ്മ, ഞാൻ എന്ത് പറയാനാ? എന്നാലും എൻ്റെ കുട്ടി പറയേ. മോനെന്തോ വിഷമമുണ്ട് കാര്യമായിട്ടോ. മോനെ, ഈ സമയത്ത് ഈ വിഷമിച്ച് നിൽക്കല്ലേ. ഷോപ്പിൻ്റെ പരിപാടിയൊക്കെ എവിടെ വരെ എത്തി? തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കല്ലേ. ഉദ്ഘാടനത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കലും എന്തൊക്കെയായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ നിന്ന് പോയാൽ ഈ ഒരു ടൈമിൽ തന്നെ അത് അങ്ങോട്ട് ഉദ്ഘാടനം കഴിഞ്ഞാലല്ലേ പെട്ടെന്ന് നമുക്ക് കച്ചവടം പിടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നീ ഇപ്പോൾ ഡള്ളായി കഴിഞ്ഞാൽ മോനെ, എൻ്റെ കുട്ടിക്ക് എന്താ വിഷമം? ഒന്ന് സ്മാർട്ടാവ്. എന്തോ ഉണ്ടല്ലോ. നമുക്ക് ഷോപ്പ് കാണാൻ പോവാം. വാ, ഉമ്മയും കൂടെ വരാം. നടക്ക്, ഞാനും വരുന്നുണ്ട് നാളെ കേട്ടോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പിലും പോവാം, പിന്നെ പുതിയ ഷോപ്പും ഒന്ന് കാണാൻ പോവാം. നാളെ അമ്മ വരുന്നുണ്ട്. എൻ്റെ കുട്ടീനെ കുറേ വിളിച്ചിക്കണ്, പക്ഷേ ഉമ്മാക്ക് വരാൻ പറ്റിയിട്ടില്ല, വീട്ടിലത്തെ തിരക്കും കാര്യങ്ങളും കൊണ്ടൊക്കെ. പിന്നെ ആക്കാന്ന് പറഞ്ഞു. എന്തായാലും ഉമ്മാൻ്റെ കുട്ടീൻ്റെ കൂടെ നാളെ ഞാൻ വരുന്നുണ്ട്. ഉമ്മ, വേണ്ട. അതെന്തടാ? വേണ്ടാന്നോ? ഇതുവരെ എന്നെ കെഞ്ചി വിളിച്ചിരുന്നു. ഉമ്മ ഒന്ന് വരി, ഒന്ന് ഷോപ്പിൽ വന്നിരിക്കുക. അങ്ങനെ പറയണ കുട്ടി എന്തിപ്പോൾ എന്ത് സംഭവം? വേണ്ടാന്നോ? വേണ്ടെങ്കിൽ വേണ്ട. ഉമ്മ, നാളെ ഞാൻ പോകുന്നില്ല. ഷാമോനെ, എന്തു പറ്റി? എന്തൊരു പ്രോഗ്രാമും കാര്യങ്ങളും ആയാലും ഷോപ്പ് ഒഴിവാക്കാത്ത നീയ് എന്താ പോകാത്തത്? നീയല്ലേ പറയല്ലേ സ്റ്റാഫിൻ്റെ കൂടെ ഞാനും കൂടി ഇരിക്കണം, എങ്കിലാണ് റാഹത്താവുള്ളൂ എന്നൊക്കെ. ഉമ്മ, നാളെ ഷോപ്പിന് ലീവ് കൊടുക്കുകയാണ്. അതെന്താ മോനെ? ഒരു ദിവസം ലീവ് എടുക്കാത്ത നിൻ്റെ ഷോപ്പ് എന്തുകൊണ്ടാണ് നാളെ ലീവ് എടുക്കുമെന്ന് പറയണത്? അത്രക്കും നഷ്ടങ്ങൾ വരൂലേ? ഉമ്മ, അത് സാരല്ല. നമുക്ക് അതിനേക്കാളും വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലേ? മോൻ എന്തൊക്കെയോ ഉള്ളിൽ അർത്ഥം വെച്ച് പറയുന്ന പോലെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാണില്ല. ഈ കാര്യം എന്താ വെച്ചാൽ തുറന്ന് പറയും. ഉമ്മ, ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവും, അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അതെന്താ മോനെ? എൻ്റെ കുട്ടീനെ സ്നേഹിച്ചവർ ആരാ എൻ്റെ കുട്ടീനെ വിട്ടുപോയത്? എല്ലാം അങ്ങനെ തന്നെ. എൻ്റെ മോൻ പറയടാ, നമ്മളെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് നമ്മളൊപ്പയാണ്. പിന്നെ ആരാ? ഉമ്മ, ഉപ്പയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഉപ്പ എന്നെയും എൻ്റെ ഷാമോനെ എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. പക്ഷേ എൻ്റെ ഉപ്പയുടെ കൂടെ ശരിക്കൊരു ജീവിതം ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പഠിക്കാൻ പോയപ്പോഴേക്കും എൻ്റെ ഉപ്പ എന്നെ വിട്ടുപോയി. അതെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചിരുന്നു. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വിഷമം വരുന്നില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മോനെ, ഉപ്പ മരിച്ചിട്ടിപ്പോൾ ഇത്ര വർഷമായി, ഇപ്പോഴും എന്താ നിനക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ സങ്കടം? അല്ലാതെ മോൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ടല്ലോ. ഉമ്മ, സത്യമായിട്ടും അതെ, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണും എന്നെ വിട്ടു പോയി. മോനെ, അപ്പോൾ മോൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നോ ആ പെൺകുട്ടി, അന്ന് പറഞ്ഞ കുട്ടി? ഉമ്മ, എൻ്റെ മനസ്സിൽ നിന്നത് പോയിട്ടില്ലായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാനത് സൂക്ഷിച്ചിരുന്നു. അത് പോട്ടെ മോനെ, അത് സാരല്ല. ഉമ്മാക്കത് കേട്ടപ്പോൾ കുറച്ച് ആശ്വാസമാണ് തോന്നിയത്. പഠിച്ചോനെ, അതങ്ങോട്ട് ഒഴിവായി കിട്ടില്ലോ. അല്ലെങ്കിൽ ഓനെ രണ്ടാം കെട്ടുകാരിയായും വെച്ച് നിൽക്കുകയായിരുന്നു. പഠിച്ചോനെ, എന്താപ്പം ഞാൻ ചെയ്യാൻ? ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട്. ഉമ്മ, മോനെ, എൻ്റെ മോൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ കാര്യത്തിൽ മോനെ സങ്കടപ്പെടല്ല വേണ്ടത്, സന്തോഷിക്കാണ് വേണ്ടത്. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? അതേ മോനെ, എന്താ സങ്കടപ്പെടുന്നത്? അവൾ പോണേ പോട്ടടാ, നമുക്ക് വേറെ നോക്കിക്കൂടെ, നല്ല ഫ്രഷ്. ഉമ്മ, അവൾ പാവമാണുമ്മ. മോനെ, അതൊക്കെ നീ പറയും, അല്ലെങ്കിൽ പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്നൊക്കെ പറയില്ല. ഒന്നും നോക്കൂല. അപ്പോൾ കെട്ടിച്ച പെണ്ണുങ്ങളാണെന്നോ കെട്ടിച്ച മക്കളുള്ളവരാണെന്നോ പേരക്കുട്ടികൾ ഉള്ളതാണെന്നോ അങ്ങനെയൊന്നും ആരും നോക്കൂല. ഒരു പെണ്ണിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ പിന്നെ അവരുടെ മനസ്സിൽ അത് തന്നെ ആയിരിക്കും എപ്പോഴും. അതിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും, അതിപ്പോൾ എത്ര വിരൂപിയായ പെണ്ണുങ്ങളാണെങ്കിലും വേണ്ടില്ല, എത്ര സൗന്ദര്യമുള്ളവരെങ്ങനെ, അപ്പോൾ ആ ഒരു ഒന്നും നോക്കൂല. അതിന് കണ്ണും മൂക്കില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. എൻ്റെ കുട്ടിക്കും നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നില്ലേ? അപ്പോൾ ഒരു
കല്യാണം കഴിച്ചൊരു പെണ്ണ് മനസ്സക്ക് അതന്നെ പറഞ്ഞത്. ആ കണ്ട് ഒഴിഞ്ഞ് പോട്ടെ. ഞാൻ പഠിച്ചവനോടൊന്നും ദ്വാരക്കായിരുന്നു എൻ്റെ കുട്ടിയുടെ മനസ്സ് നന്നാക്കണമെന്ന് പറഞ്ഞിട്ട്. പോയിക്കോട്ടെ മോനെ, നമുക്ക് എത്രയോ ഉണ്ട് അങ്ങനെ വരാൻ. നിനക്കെന്തൊരു കുറവ്? നിനക്കെന്താ ഗ്ലാമറില്ലേ? ഇവിടെ കൂട്ടത്തിൽ എൻ്റെ ആമക്കളിൽ വെച്ച് ഏറ്റവും ഗ്ലാമർ ചെയ്യാണ്. ആരോഗ്യമില്ലേ? എനിക്കെന്താ പണമില്ലേ? സ്വത്തില്ലേ? സമ്പത്തില്ലേ? ദീനമുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ അടങ്ങിയ കുട്ടിയാണ് ഈ എൻ്റെ ഷമ്മാസ്. ബാക്കിയുള്ളവർക്കൊന്നും ഇത് മുഴുവൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അഹങ്കാരം കൊണ്ട് പറയല്ല, ഞാൻ ഉള്ളത് പറയാണ്. അല്ലേ മോനെ? ഒന്ന് എന്നെ ആലോചിച്ച് നോക്ക്. അനക്കെന്താ പെണ്ണിന് കിട്ടാൻ പണി? ഉമ്മ, പെണ്ണിനെ കിട്ടാനിട്ടല്ല, പക്ഷേ നമ്മൾ ആഗ്രഹിച്ച പെൺകുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ പൊന്നാര മോനെ. പെണ്ണുങ്ങൾ എത്ര ഉണ്ട് ദുനിയാവിൽ? ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ മൂത്തച്ഛൻ്റെ ആങ്ങളുടെ കുട്ടീനെ കൊണ്ടുവന്ന് എത്രയേ എൻ്റെ പിന്നാലെ നടന്നു. ആ പെണ്ണിപ്പോൾ പഠിക്കുകയാണ്. എന്താപ്പോൾ അതൊക്കെ ഈ എൻ്റെ ഇഷ്ടത്തിനാണ്ട് ഒഴിവാക്കിക്കല്ലേ. പെൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ കിട്ടും, അത് വിടുകയെ. പെൺകുട്ടികളെ കിട്ടാനാ പ്രയാസം. എന്നാലും എൻ്റെ കുട്ടീനെ മനസ്സിൽ നിന്നുണ്ട് ഒഴിവായി പോയല്ലോ, അതിനെ വലിയ റാഹത്ത് ഉമ്മ മനസ്സിൽ വിചാരിക്കുന്നു. ഷമ്മാസ് ഉമ്മയുടെ അടുക്കൽ നിന്ന് ഓരോ സങ്കടങ്ങൾ പറയുന്നത് അതാ ഫസീലത്ത കാണുന്നു. എന്താ എന്തു പറ്റി? ഒന്നുമില്ല, ആ ഓന ഷോപ്പിൽ നിന്നെന്തോ ഏകദേശം അവൾക്ക് എന്തോ മനസ്സിലായ പോലെ. അതെ, അവൾ ഉമ്മ പറയുന്നത് ശരിക്കും കേട്ടിരുന്നു. പെണ്ണുങ്ങൾ ഇവിടെ ഇഷ്ടം പോലുണ്ട്. ആ പെണ്ണാണ്ട് പോണ വഴിക്ക് പോയിക്കോട്ടെ, ഇനിയും കിട്ടൂലേ. അപ്പം തന്നെ ഏകദേശം ഫസീലാക്ക് കാര്യം മനസ്സിലായി. നന്നായത്. അവനൊരു പെണ്ണിനെ മനസ്സിൽ വെച്ച് നിൽക്കുകയായിരുന്നു. അത് തേച്ചിട്ട് പോയി തോന്നുന്നുണ്ട്. അത് നന്നായി. ഏതായാലും ഫസീല മനസ്സിൽ സന്തോഷിച്ചു. ഷമ്മാസ് എന്ത് ചെയ്യണം, ആരോട് പറയണം എന്നറിയാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. പഠിച്ചോനെ, എൻ്റെ ഉമ്മാക്കും വീട്ടുകാർക്കൊക്കെ ഇഷ്ടം. അതെ, അവൾ ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ്. എൻ്റെ ഹിജാബിയുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് തന്നെയാണ് അവരൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് എനിക്കും പഠിച്ചോനെ അറിയുള്ളൂ. ഞാൻ മറ്റൊരു പെണ്ണിനെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. അതെ, എത്രയോ ആണുങ്ങളുടെ എങ്ങനെയൊക്കെ നടക്കുന്നു. പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും പല പെണ്ണുങ്ങളുമായും പെൺകുട്ടികളുമായും ഒക്കെ ചാറ്റിങ്ങും കമ്പനിയൊക്കെ ആയിട്ടൊക്കെ എത്രയോ എങ്ങനെയൊക്കെയോ നടക്കുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഈ ഷമ്മാസിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു പെണ്ണിന് സ്ഥാനം കൊടുത്തിട്ടില്ല. അതെ, വേറൊരു രീതിയിൽ ആരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഹിജാബിയെ അതങ്ങ് മനസ്സിലേക്ക് ചേർന്നു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത് പറിച്ചു മാറ്റാൻ പറ്റുന്നതല്ല. ഷമ്മാസ് മുറ്റത്തെ ആ പൂന്തോട്ടത്തിലേക്ക് വെറുതെ നടന്നു. ആ വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂ പകുതി വാടിയ പോലെ ഷമ്മാസിന് തോന്നുന്നു. ആ റോസാപ്പൂ പിടിച്ചുകൊണ്ട് ഷമ്മാസ് പറയുന്നു, എൻ്റെ ഹിജാബി, നീ എന്നെ വിട്ടു പോയാലും എൻ്റെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാകും. ഒരിക്കലും നിന്നെ മറക്കാൻ എനിക്കാവില്ല. ഹിജാബി, നിന്നെ ഞാൻ അത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, നല്ല ഭർത്താവിൻ്റെ കൂടെ സുഖജീവിതം. പക്ഷേ എനിക്ക് കഴിയില്ല ഹിജാബി, ഇനി മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ആഗ്രഹിച്ചു പോയ കുട്ടി നീയാണ്. ഒരിക്കലും എനിക്ക് കഴിയില്ല. ഒരു പക്ഷേ നിനക്ക് കഴിയുമായിരിക്കും മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ. പക്ഷേ എനിക്കതിന് കഴിയില്ല. ഷമ്മാസിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ കടന്നുകൂടുന്നു. എന്ത് ചെയ്യും പഠിച്ചോനെ? ഇനി ഒരിക്കലും എനിക്ക് ആ മൊബൈൽ ഷോപ്പ് അതിലേക്ക് പോകാനേ തോന്നുന്നില്ല. അങ്ങോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ ഷോപ്പും ആർക്കെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലാതെ നാട് വിടുന്നതാണ് നല്ലത്. അറബ് നാട്ടിലേക്ക് പോയാലോ? സൗദി അറേബ്യയിൽ കുറച്ചു കാലം അങ്ങ് ജീവിക്കാം ഒറ്റയ്ക്ക്. അതായിരിക്കും വലിയ ആശ്വാസം. പക്ഷേ എൻ്റെ ഉമ്മയെ തനിച്ചാക്കി പോകുന്നത് എനിക്ക് വലിയ വിഷമമുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഉമ്മയെ വിളിക്കാം, ഉമ്മയെ വിളിച്ച് പോകാം. അല്ലാതെ ഇവിടെ ഇനി ആ ഷോപ്പിലേക്ക് പോകുന്നത് അതെനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം അവൾ ബസ്സിറങ്ങുന്നത് എൻ്റെ ഷോപ്പിന് മുമ്പിലാണ്. അറിയാതെ ഞാൻ അവളെ നോക്കിപ്പോകും. അവൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും ഞാനിങ്ങനെ നിരന്തരം അറിയാതെ നോക്കിപ്പോകുന്നത്. കാരണം അവൾക്കിപ്പോൾ മറ്റൊരുത്തനുമായി അവളെ വിവാഹബന്ധം ഉറപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു ശല്യമായിട്ട് അവളുടെ ജീവിതത്തിലേക്ക്
ഇനി പോകുന്നില്ല. അവൾ ജീവിച്ചോട്ടെ സുഖമായി. ഷമ്മാസ് ആ രാത്രി അതാ ഉറങ്ങാൻ കിടക്കുന്നു. ഉറക്കം വരുന്നേയില്ല. കൺമുമ്പിൽ ആ ഹിജാബി, അവളുടെ മനോഹരമായ കണ്ണുകൾ, അതുമാത്രമാണ്. ഹേയ്, ഞാനിനി അത് ആലോചിച്ചിട്ട് എന്ത് കാര്യം? അത് മറ്റൊരുത്തൻ്റെതാകാൻ പോകുന്നു. എനിക്കത് നിഷിദ്ധമാക്കപ്പെട്ടതുപോലെ അത് അവളെ സ്വന്തമാക്കും. പഠിച്ചവനെ, എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അതെ, അവൾ മറ്റൊരുത്തനെ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ മനസ്സിന് എനിക്കതിന് കഴിയില്ല അവൾ വിട്ടുകൊടുക്കാൻ. സത്യമായിട്ടും അവളുടെ മുമ്പിൽ ചെന്ന് ഒന്ന് കേണപേക്ഷിച്ചാലോ? എൻ്റെ പൊന്നു ഹിജാബി, നീ പ്ലീസ്, എൻ്റെ ദുഃഖം നീ മനസ്സിലാക്കിയില്ല. ഇപ്പോഴും ഞാൻ റെഡിയാണ് നിന്നെ വിവാഹം കഴിക്കാൻ. ഒരു സമ്മതം തന്നാൽ മതി. പറ്റുമെങ്കിൽ ഒരു വാക്ക് നീ പറയണം, അവനെനിക്ക് വേണ്ട എന്നുള്ളത്. അത് പറഞ്ഞാൽ ഞാൻ നിന്നെ നിക്കാഹ് കഴിക്കും. ഞാൻ നിന്നെ സംരക്ഷിക്കും. പക്ഷേ നിനക്കതിന് ധൈര്യമുണ്ടോ പറയാൻ? അവളോട് അങ്ങനെ പറഞ്ഞാലോ? ഹേയ്, അത് വേണ്ട. എന്തിനാ ഒരാളുടെ ജീവിതത്തിൽ ഒരു കട്ടുറുമ്പാവുന്നത്? ഞാൻ ആഗ്രഹിച്ച എൻ്റെ പെണ്ണിനെ മറ്റൊരുത്തൻ കൊണ്ടുപോകുക. അല്ലാ, എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. ഷമ്മാസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചോനെ, എനിക്കിത് എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ദുഃഖമാണത്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വേർപെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് പോയി. ഇപ്പോഴിതാ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി വെച്ച പെൺകുട്ടി, ആ ഹിജാബിയും എന്നെ വിട്ട് പോകുകയാണ്. ആ രാത്രി ഷമ്മാസിന് ഉറക്കം വരുന്നില്ലായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. തഹജ്ജുദിന് എണീക്കണം എന്നുള്ള നിയ്യത്തോടു കൂടി ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതാ പുലർച്ചെ 3 മണിയായപ്പോൾ ഒന്ന് കണ്ണടച്ചു. പെട്ടെന്ന് എണീറ്റ്, പഠിച്ചോനെ എൻ്റെ തഹജ്ജുദ്. അവൻ പെട്ടെന്ന് എണീറ്റ് ഫ്രഷായി നിസ്കരിച്ചു. എന്നും പ്രാർത്ഥിക്കുന്ന പോലെ അവൻ പ്രാർത്ഥിക്കാണ്. പഠിച്ചവനെ, എൻ്റെ ഹിജാബിയെ എനിക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാനുള്ള ഭാഗ്യം നൽകണേ. അത് ഷമ്മാസ് പതിവ് പോലെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ഇല്ല, ഞാനിനി എന്തിന് പ്രാർത്ഥിക്കണം? അവൾ മറ്റൊരുത്തൻ്റേതാകാൻ പോകുന്നു. അതെ, അവളെ ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത അവളുടെ മുഖം അവൻ കണ്ടിട്ടുണ്ടാകും. അവളെ കണ്ടാൽ പിന്നെ ആരും ഒരിക്കലും നോ പറയില്ലായിരിക്കും. ഞാൻ അവളുടെ കണ്ടിട്ടില്ലെങ്കിലും അവളുടെ മനോഹരമായ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം അവളുടെ സൗന്ദര്യം എത്രമാത്രമുണ്ടെന്ന്. ഹേയ്, ഞാൻ ഇനി അത് ആലോചിക്കുന്നത് ശരിയാണോ? പഠിച്ചോനെ, എനിക്ക് നീ പുറത്തു തരണേ. അത്രക്കും മനസ്സിൽ ആഗ്രഹിച്ചു പോയതാണ് എൻ്റെ ഹിജാബിയെ. അതുകൊണ്ടാണ് അല്ലാ ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പറയുന്നത്. ഷമ്മാസ് തഹജ്ജുദ് കഴിഞ്ഞ് പള്ളിയിലേക്ക് ഇറങ്ങുവാൻ നിൽക്കുന്നു. ഉമ്മ, പോട്ടെ, അസ്സലാമു അലൈക്കും. മോനെ, എന്താണ് നിൻ്റെ ശബ്ദമൊക്കെ? എന്തിൻ്റെ കുട്ടിക്ക് പനിക്കുന്നുണ്ടോ? നോക്കട്ടെ. ഉമ്മ ഷമ്മാസിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കി. പടച്ചോനെ, നല്ല ചൂടുണ്ടല്ലോ. മോനെ, എൻ്റെ കുട്ടി പോവല്ലേ, അവിടെ നിൽക്ക്. ഉമ്മ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം. ഉമ്മ, വേണ്ട. മോനെ, തലവേദന ഉണ്ടോ? നല്ലോണം മുഖമൊക്കെ വീങ്ങിക്കണല്ലോ. ഉമ്മ, തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. മോനെ, നീ ആവശ്യമില്ലാതെ കരഞ്ഞിട്ടുണ്ട്. അതാണ്. ആവശ്യമില്ലാതെ കരഞ്ഞാലേ തലവേദനിക്കും. അത്രയും കണ്ണീരൊഴുക്കിയിട്ടുണ്ടാവില്ലേ? എന്താ മോനെ എൻ്റെ കഥ? ആ ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണോ ഈ ഇത്രമാത്രം കരഞ്ഞത്? മറ്റുള്ളവർ കേട്ടാലേ എന്നെ കളിയാക്കാൻ ഒരു ഹേതുവാവും. നീ മിണ്ടാതിരിക്കുകയെ. എന്താന്നില്ലേ, ഓൻ്റെ മുഖം കണ്ടില്ല, ആകെ വീങ്ങി ചീർത്ത് നിൽക്കണേ. കരഞ്ഞിട്ട് മുഖമൊക്കെ ആകെ ചുവന്നിക്കണ്. പനിയുണ്ട്, തലവേദനയുണ്ട്. എൻ്റെ കുട്ടി ഇപ്പോൾ തൽക്കാലം പള്ളിയിൽ പോകണ്ട. ഇവിടെ നിസ്കരിക്ക്, ഞാൻ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിത്തരാം. ഇവിടെ നല്ലോണം ഒന്ന് പുതപ്പിട്ട് മൂടിക്കെടുക്ക്. എൻ്റെ റബ്ബേ, ഈ കുട്ടീൻ്റെ ഒരു കാര്യം. ഉമ്മ, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. മോനെ, ഇങ്ങനെ ഈ പനിച്ചുകൊണ്ട് ഈ എങ്ങനെ പോണ്? അവിടെ നിൽക്ക്, ഇവിടെ നിസ്കരിച്ചോ? ഇല്ലമ്മ, സാരമില്ല, ഞാൻ ബൈക്ക് എടുത്ത് പോയിക്കോളാം. എന്നും നടക്കാറുള്ള ഷമ്മാസിന് അന്ന് ശരിക്കും നടക്കാൻ പോലും കഴിയുന്നില്ല. ഈ മക്കളാണെങ്കിൽ ഒന്നും എണീക്കൂല്ല. നവാസൊക്കെ ഞാൻ എപ്പോഴും എണീക്കും ചിട്ടാ. അല്ലെ ഒന്ന് പള്ളിക്ക് ആക്കി കൊടുത്താൽ മതിയെന്ന്. മോനെ, എന്നും ഈ പള്ളിക്ക് പോണല്ലേ. ഇന്നിപ്പോൾ എന്താ, ഒരു ദിവസം സുഖമില്ല അയച്ചിട്ട് പോകാമെന്നൂടെ? ഇവിടെ നിന്നോ, ഇവിടെ നിസ്കരിച്ചു. അതിനിപ്പോൾ എന്താ? ഉമ്മ, അത് സാരമില്ല, അത് മാറിക്കോളൂ. അത് പറഞ്ഞാൽ പറ്റില്ല മോനെ.
മോനിപ്പോൾ പോവണ്ട, ഇവിടെ നിസ്കരിച്ചോ. ഷമ്മാസിൻ്റെ കൈകാലുകളെല്ലാം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അതേ തലക്ക് ആകെ ഒരു കനം, നല്ല പനിയുമുണ്ട്. ഉമ്മയുടെ ആ വാക്കുപോലെ തന്നെ അവൻക്ക് ഒരടി നടക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഉമ്മ അപ്പോഴേക്കും നല്ല ചൂടുള്ള ചുക്ക് കാപ്പി കുരുമുളകും ചുക്കും ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു. എന്നാ മോനെ ഇത് ചൂടോടെ അങ്ങ് കുടിച്ചോ, ശരിയായിക്കോളും. ഷമ്മാസ് അത് കുടിക്കുന്നു. അവൻ്റെ കൈകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. എന്താ പഠിച്ചോനെ ഇങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ അസുഖമൊന്നും വരില്ലല്ലോ, എന്താ ഇതിപ്പോൾ എനിക്ക് പറ്റിയത്? ടെൻഷൻ കൂടിയതാണ് എനിക്ക്. എന്താണിപ്പോൾ അവൻ്റെ ഒരു കഥ? ഇങ്ങനെയൊക്കെ ടെൻഷൻ കൂടാൻ മാത്രം എന്താ എനിക്ക്? ഷമ്മാസ് ആ ചുക്ക് കാപ്പി ചുണ്ടടുപ്പിച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അവനത് കുറച്ച് കുടിച്ചു. ഉമ്മ മതി എനിക്ക്, അത് മുഴുവൻ കുടിക്കും മോനെ, അത് ഉള്ളിൽ കണ്ടെത്തുമ്പോൾ പനിയെ കണ്ട് മാറിക്കോളും. ഷമ്മാസിന് നല്ല രീതിയിൽ വിറച്ച് പനിക്കുന്നുണ്ടായിരുന്നു. അവൻ ഉമ്മ നിസ്കരിക്കുന്ന ആ നിസ്കാരപ്പായയുടെ അരികിലതാ കിടക്കുന്നു. മോനെ എന്നെൻ്റെ കുട്ടി നിസ്കരിച്ചോളേ, നിൽക്കാൻ കഴിയണില്ല എൻ്റെ കുട്ടിക്ക്, എന്നാൽ പിന്നെ ഇരുന്ന് നിസ്കരിച്ചോ. ഷമ്മാസ് എങ്ങനെയൊക്കെയോ നിന്ന് ഉമ്മയുടെ ആ നിസ്കാരപ്പായൽ തന്നെ നിസ്കരിക്കുന്നു. ഉമ്മ വിചാരിച്ചു, പാവം എൻ്റെ കുട്ടി എന്നും പള്ളിയിലേക്ക് സുബഹിക്ക് പോകുന്നതാണ്, ഇന്ന് എൻ്റെ കുട്ടിക്ക് പോകാൻ പറ്റണില്ലല്ലോ അല്ലാ. ഉമ്മ സങ്കടപ്പെട്ടു. നിസ്കാരം കഴിഞ്ഞ് സാധാരണയായ ഖുർആൻ പാരായണം ചെയ്യാറുള്ള ഷമ്മാസിന് അതെടുക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ ഉമ്മയുടെ ആ മടിയിലേക്ക് അത് തലവെച്ചു. ഉമ്മ അവൻ്റെ മുടിയിഴകളിലൂടെ പതുക്കെ തലോടി കൊടുത്തു. ഉമ്മയുടെ ആ തലോടൽ വലിയൊരു ആശ്വാസമായി ഷമ്മാസിന്. തലവേദനയൊക്കെ പോകുന്ന പോലെ തോന്നി. ഷാമോനെ എൻ്റെ കുട്ടി എന്തെങ്ങനെ ചെറിയ കുട്ടികളെപ്പോലെ? ഉമ്മ ഞാൻ ഉമ്മയുടെ കുട്ടി തന്നെയല്ലേ? ശരിയാണ്, എൻ്റെ ഏറ്റവും ചെറിയ കുട്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പറ്റ ചെറിയ കുട്ടിയായി മാറിയല്ലോ. എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ ഇങ്ങനെ കരയണ്? ഒരു പെണ്ണങ്ങനെ പോയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോണല്ല ആണത്വം, കരയലല്ല അത്. അതിനേക്കാളും വേറെ നല്ല കണ്ടുപിടിക്കലാണ്. അല്ലാതെ ഉമ്മ ഒരിക്കലും ഞാൻ അവളെ വെറുതെ സ്നേഹിച്ചതല്ല. എൻ്റെ ജീവിതത്തിലേക്ക് പറ്റിയൊരു പെൺകുട്ടിയായിരുന്നത്. ഹിജാബ് ധരിച്ചു കൊണ്ടാണ് അവൾ വരാറുള്ളത്. നല്ല കുട്ടിയാണ് ഉമ്മ, സത്യമായിട്ടും. മോനെ പോയത് പോയി, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഇനിയും എൻ്റെ കുട്ടിക്ക് തലവേദന വരും, പനി കൂടും. ഉമ്മ അവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഉമ്മ അവൻ്റെ മുഖത്തും താടിയിലും കവിളിലും ഒക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ മുടിയിഴകളിലൂടെ ഉമ്മയുടെ കൈകൾ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. ഷമ്മാസ് ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്നു. മോനെ എൻ്റെ കുട്ടിക്ക് വയ്യെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം, നവാസിനെ വിളിക്കട്ടെ ഞാൻ. ഉമ്മ വേണ്ടുമ്മ, എന്തിന്? ഉമ്മ മരുന്ന് തന്നല്ലോ, അത് മതി എനിക്ക്. പിന്നെ ഉമ്മയുടെ തലോടൽ, അതാണ് എൻ്റെ ഏറ്റവും വലിയ മരുന്ന്. എൻ്റെ കുട്ടിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വേണ്ടാത്തതൊന്നും ചെന്ന് ചാടരുത് എന്നൊക്കെ? ഉമ്മ ഒരിക്കലും ഞാൻ ചാടിയതല്ല, എൻ്റെ മനസ്സിലേക്ക് അറിയാതെ വന്നു പോയതാണ്. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. ഇനിയൊന്നും ചെയ്യണ്ട, നല്ല രീതിയിൽ നമുക്ക് വേറെ നോക്കണം ഇൻഷാ അല്ലാ. ഉമ്മ വേണ്ട. ഉമ്മ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ? എന്താ മോനെ? നമുക്കൊന്ന് സൗദി അറേബ്യയിൽ പോയാലോ? ഉമ്മക്ക് ഞാൻ വിസ എടുക്കട്ടെ? അടിക്കാൻ കൊടുക്കട്ടെ ഉമ്മ? നമുക്ക് കുറച്ച് അവിടെ പോയി നിൽക്കാം. അല്ല മോനെ, അപ്പോൾ ഈ മൊബൈൽ ഷോപ്പും കാര്യങ്ങളും ഉദ്ഘാടനവും അതൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതുമ്മ ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാം, അതൊക്കെ അവർ നടത്തിക്കോളും. മോനെ അത് പറഞ്ഞാൽ പറ്റില്ല. ഇത്രയും സംഖ്യ മുടക്കി ഉണ്ടാക്കിയതൊക്കെ ആരെയും ഏൽപ്പിച്ചു പോവുക കാര്യമായിട്ട് ആളില്ലാതെ? ഉമ്മ അതിനൊക്കെ ആളുണ്ടാവും. എന്താ ഈ ഇങ്ങനെ? ഉമ്മ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാലത്തേക്കൊന്ന് മാറിക്കുക. പഠിച്ചോനെ, ഒരു പെണ്ണിൻ്റെ കാര്യം കൊണ്ടാണല്ലോ അപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്. എന്താ ഷമ്മാസ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ കൊഞ്ചൽ കണ്ടിട്ട്. കൊഞ്ചിടയിലുള്ള ഒരു അതിര് ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയിരിക്കണം, ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോണവരോട് പോയിക്കോട്ടെ നിൽക്കണം. ഇവിടെ എന്താ വേറെ ദുനിയാവിൽ പെണ്ണുങ്ങളില്ലേ ഈ പറഞ്ഞിട്ടാൽ? പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണോ വേണ്ടത്? അയ്യേ മോശം. ഉമ്മ ഓള് പാവാണ്. ഓള് പാവം, ഓള് പാവമായിട്ട് തന്നെ അതിന് നിന്നെടുത്തത്. ഉമ്മ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതായിരുന്നല്ലോ ഹിജാബിയുടെ കാര്യം, അന്ന് നിങ്ങൾക്ക് ആർക്കും അത് പറ്റിയില്ല.
എല്ലാവരും എന്നെ കളിയാക്കി വഴക്ക് പറഞ്ഞു. നിനക്ക് ഓളെയാണോ കിട്ടിയത്, രണ്ടാം കെട്ടുകാരിയെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പതാ അവരെ വീട്ടുകാരനെ പിടിച്ച് കെട്ടിക്കാണ്. മോനെ കെട്ടിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കതൊരു വിഷയമേ അല്ല. എൻ്റെ കുട്ടി നല്ല കുട്ടി, എൻ്റെ കുട്ടിക്ക് പറ്റിയത് നല്ല 10 മാറ്റുള്ളത് കിട്ടും, നോക്കിക്കയ്യേ. എങ്ങനെയെങ്കിലും ഷമ്മാസിൻ്റെ മനസ്സ് മാറ്റുവാൻ വേണ്ടി ഉമ്മ ശ്രമിക്കുന്നു. എന്നാൽ ഹുസൈനാജിയുടെ വീട്ടിൽ അവിടെ ഉമ്മയും മോനും സംസാരിച്ചിരിക്കുകയാണ്. ഉമ്മ, ഞാൻ അടുത്ത മാസം പോവാൻ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ഫസ്റ്റിൽ പോകണമെന്നാണ് ആഗ്രഹം. മോനെ, എൻ്റെ കുട്ടി പോവുകയാണോ? പോയിക്കോ. ഇപ്രാവശ്യം തീരെ ലീവ് കിട്ടിയില്ലല്ലേ? അല്ലമ്മ, ലീവ് കിട്ടായിട്ടല്ല, ലീവ് കിട്ടും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴേ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കാനൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം കല്യാണത്തിന് പറയുമ്പോഴും കൂടി ഞാൻ അതിന് നിൽക്കാതെ ഒന്ന് സെറ്റിൽഡ് ആട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. പക്ഷെ അത് ഉപ്പാക്കത് ഭയങ്കര തിരക്കാണത്. മോനെ, ശരിയാണടാ, നമ്മളൊരു കുട്ടീനെ കണ്ടുവന്നതല്ലേ, പിന്നെ അടുത്ത വർഷമൊക്കെ മതി നിക്കാഹ്, അതും പറഞ്ഞു വെച്ചതല്ലേ. ഉമ്മ, ആ കുട്ടി പഠിച്ചോട്ടെ, നമ്മളെന്തിനാ അതിനെ ശല്യപ്പെടുത്തുന്നത്? നമുക്കിപ്പോൾ അത്ര വലിയ അർജൻറ്റൊന്നും ഇല്ലല്ലോ. മോനെ, അത് പറഞ്ഞിട്ടെന്താ, ഇപ്പാൻ്റെ പണിയല്ലേ. ഇപ്പം എത്ര പെട്ടെന്നാണ് പെണ്ണ് കാണാൻ പറഞ്ഞേക്കലും. ഉമ്മ, ഞാൻ പോകാത്തത് നന്നായി, പോയിരുന്നെങ്കിൽ മോശമായിരുന്നു അല്ലേ. മോനെ, ശരിയാണ്, പക്ഷേ നല്ല കുട്ടിയാണടാ, എല്ലാം കൊണ്ടും നല്ല കുട്ടി. എന്തോരം നല്ല കുട്ടീന്നോ, സ്വഭാവം കൊണ്ടാണെങ്കിലും പിന്നെ ഇസ്ലാമികപരമായ ദീനീ ചിട്ടയാണെങ്കിലും എല്ലാം ഉണ്ട്. പിന്നെ പഠിപ്പും വിദ്യാഭ്യാസവും അതും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾക്ക് കുറച്ച് സാമ്പത്തിക ശേഷി കുറച്ച് കുറവേ ഉള്ളൂ, അതേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വീട്ടിൽ കൊണ്ടുവരല്ലേ. ഉമ്മ, എന്തിനാ അമ്മ അതൊക്കെ നോക്കുന്നത്? അതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ഇനിയും നോക്കിയൊക്കെ എടുക്കാമല്ലോ. ഇപ്പം ആ കുട്ടീനെ എൻ്റെ അഭിപ്രായത്തിൽ വെറുതെ വിട്ടോട്ടെ. അവർ പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ ആ കുട്ടി. നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്തിനാ ബുദ്ധിമുട്ടാക്കണേ? മോനെ, നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. ഇനിയിപ്പോൾ കൊണ്ടുവരാണെങ്കിൽ തന്നെ ഈ വേറൊരു വീട് വേഗം സെറ്റാക്കണം. എന്നിട്ട് ഈ പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോണ്ടി, വരുമ്പോൾ ഇവിടെ നിന്നും ചെയ്തോണ്ടി, അതേ നടക്കുള്ളൂ. അല്ലാതെ ഈ വീട്ടിൽ കിടന്ന് ആ കുട്ടീനെ ഇടങ്ങാറാക്കണ്ട. ആ കുട്ടീന്ന് വെച്ചാൽ കുറച്ച് കാണാൻ ഭംഗിയുള്ളൊരു കുട്ടിയാണ്. നമ്മളെ ഉപ്പാൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ. അപ്പോൾ പിന്നെ അതിനായിട്ട് നമ്മൾ വെറുതെ നിൽക്കണ്ട. എൻ്റെ കുട്ടി നല്ല പെൺകുട്ടി തന്നെയാണ് കണ്ടതൊക്കെ. ഇനി അങ്ങനത്തെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടിയത് ഏതായാലും നഷ്ടപ്പെടുത്തണ്ട, അവിടെ നിന്നോട്ടെ, കുട്ടി പഠിച്ചോട്ടെ, പഠിക്കണേനൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ അമ്മ, ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഉപ്പാൻ്റെ ഓരോ ദീന് അന്ന് ഞങ്ങളാണ് കൊണ്ടാക്കി തന്നാണല്ല, ഞാൻ പോയിട്ടൊന്നുമില്ല. വെറുതെ നമ്മൾ ചതിക്കാൻ പാടില്ലല്ലോ, അങ്ങനെയൊന്നും പോയിട്ട് കാണാൻ പോവുക, പിന്നെ അടുത്ത വർഷം വിവരം പറയുക, അങ്ങനെയൊക്കെ അത് ശരിയല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പോവുക, അല്ലാതെ ഒരാളെ വെച്ച് കെട്ടിയെന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ പോവില്ല. ഇപ്പാക്കെന്ത് ഇത്ര ഒരു ധൃതി എന്നെക്കൊണ്ട് പെണ്ണിട്ടിക്കായിട്ട്? ഞാൻ ആലോചിക്കാത്തതും ചിന്തിക്കാത്തൊരു വിഷയമാണ് ഈ പ്രാവശ്യം എൻ്റെ വിവാഹം എന്നുള്ളത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, കാണാൻ പോകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഉപ്പ അങ്ങോട്ട് ദേഷ്യത്തിൽ എന്നോട് പറയാണ്, കാണാൻ പോയിക്കോ, അങ്ങനെയാണ് എങ്ങനെയാണ്, നല്ല കുട്ടിയാണ്, ഇനി അങ്ങനത്തെ കിട്ടൂല, അങ്ങനെ പറഞ്ഞിട്ട് ഒരു സുഖം ഇപ്പം തരുന്നില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യുക മോനെ? അത് സാരമില്ല, എൻ്റെ ഉപ്പാൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ, എല്ലാവർക്കും അറിയണ തന്നെയല്ലേ. പിന്നെ കുറച്ച് പണത്തിൻ്റെ ഒരു ഹുങ്കും അതും ഉണ്ടാകും. എന്താണ് ഇപ്പോൾ വീണ്ടും എത്രയോ സ്ഥലങ്ങളും ബിൽഡിങ്ങും ഒക്കെ വാങ്ങി ഉണ്ടാക്കുക, അതൊക്കെ തന്നെ. മനുഷ്യന്മാർക്ക് കുറച്ച് പണം കൂടിയാലും കേടാണ്, ഒരു ആവശ്യത്തിനേ പാടുള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊന്നും ആണത്. പണം കൂടുന്നതിനനുസരിച്ച് എന്തൊക്കെയോ ഒരു ഇതാണ്, കാട്ടിക്കൂട്ടലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മൂപ്പര് സ്വഭാവം വലിയൊരു ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ, കൂടുതലായിട്ട് അങ്ങനെ ഉണ്ട്. അസ്കറും ഉമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഹുസൈനാജി അങ്ങോട്ട് വരുന്നു. എന്താ എമ്മയും മോനും കൂടി വലിയ സംഭാഷണം? അല്ല അസ്കറേ, കല്യാണത്തിൻ്റെ കാര്യം പറയണ്ടേ, നിശ്ചയത്തിൻ്റെയൊക്കെ? ബാപ്പാ, ഞാൻ അടുത്ത മാസം പോവുകയാണ്. എവിടേക്ക്? ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. നിശ്ചയിച്ചങ്ങൾ ഇടണം, അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ചിടണം, രണ്ടുമില്ലാതെ എവിടേക്ക് പോണേ? ബാപ്പാ, എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ തീർക്കാണ്ട്, അത് എനിക്ക് അവിടെ എത്തണം. ഞാനിപ്പോൾ വിചാരിക്കാത്തൊരു കാര്യമാണ് ഉപ്പ എന്നോട് പറഞ്ഞത്. അസ്കറേ, ഞാൻ പറഞ്ഞ ഈ അങ്ങോട്ട് കേട്ടാൽ മതി, എന്നോട് എൻ്റെ നാവ് പൊന്തണ്ട. ബാപ്പ, നിങ്ങൾ എന്താ പറയണത്? ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കല്യാണം കാര്യമൊക്കെ എങ്ങനെ നടക്കാനാ? ഞാൻ വിചാരിക്കാത്ത സംഭവമല്ലത്.
ഉപ്പന്നെ ഉപ്പാൻ്റെ ഇഷ്ടത്തിന് കാട്ടിക്കൂട്ടിയതല്ലേ. അങ്ങനെ ഫസ്റ്റ് നിങ്ങളൊരു പോക്ക്, പിന്നെ ഉമ്മാനായിട്ട് അങ്ങനെ ഒരു പോക്ക്, അങ്ങനെയൊക്കെ ഇപ്പോൾ എന്നോട് നിങ്ങൾ ജസ്റ്റ് ചോദിച്ചോ ആദ്യം? പൊന്നാരപ്പ, ഞാൻ നിങ്ങളോട് പറയാം, അസ്കർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല, വിചാരിച്ചിട്ടുമില്ല. ഒരിക്കലും ഈ ഒരു കല്യാണം ഇപ്പം എനിക്ക് വേണ്ട. ഇപ്പം നിശ്ചയോ നിക്കാഹൊന്നും വേണ്ട. ആ കുട്ടി പഠിച്ചോട്ടെ കുട്ടി. പൊന്നാരൻ്റെ അസ്കറെ, കുട്ടി പഠിച്ചോട്ടെ. കുട്ടി പഠിക്കണതിന് ഇപ്പം എനിക്കെന്താ? കുട്ടീനെ ഞാൻ പഠിപ്പിച്ചോളൂലേ? എനിക്ക് വല്ല ചിലവും വരുന്നുണ്ടോ? അതൊന്നല്ല, അവൾ പഠിച്ചോളെ സ്വപ്നങ്ങൾ എന്താ വെച്ചാൽ നേടിയെടുത്തോട്ടെ. നമ്മൾ വെറുതെ അതിൽ കോരിട്ടേൽക്കാൻ പോണ്ട. പൊന്നാരസ്കറെ, നഷ്ടപ്പെട്ട അത് വലിയൊരു നഷ്ടമാണ്. ഇനി അങ്ങനത്തെ പെൺകുട്ടികൾ എനിക്ക് കിട്ടൂല കേട്ടോ. നോക്കുകയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത പെണ്ണൊക്കെ എങ്ങനത്തെ ആയിരിക്കുന്നത്? നല്ലൊരു കിട്ടലാണ് ഞാൻ ഒഴിവാക്കണത്. പറഞ്ഞില്ലാന്ന് വേണ്ട. ബാപ്പയാണ് പറയണത്, അനുസരിച്ചോ. നിശ്ചയോ നിക്കാഹോ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ നോക്ക്. എന്നിട്ട് പോയാൽ മതി ഇവിടുന്ന്. നോക്കി നിങ്ങളെന്തീ പറയണത്? ഉമ്മ പറഞ്ഞു. നോക്കേ, മുണ്ടണ്ട, എന്നോട് ഞാൻ സംസാരിച്ചിട്ടെന്നല്ല, മോനോടാണ് സംസാരിക്കണത്. നിങ്ങൾ രണ്ടാളും കൂടി ഓരോന്ന് പറഞ്ഞിങ്ങനെ ഒത്തുണ്ടാക്കി അതില്ലാതാക്കാനുള്ള പരിപാടി ഉണ്ടല്ലേ. എനിക്കെന്ത് ഇത്ര ഇത്? പെൺകുട്ടി കുറച്ച് ഗ്ലാമർ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കുള്ള മരുവളാക്കാൻ വലിയ മടിയില്ലേ. എന്താ മനുഷ്യ നിങ്ങളീ പറയണത്? എല്ലാവർക്കും നല്ല ഗ്ലാമറുള്ള മരുക്കൾ കിട്ടണ തന്നെയാണ് എല്ലാവരുടെ മനസ്സത്തെ ആഗ്രഹം. എൻ്റെ മോൻ്റെ കുട്ടി നന്നാണെന്ന് എനിക്കും ആഗ്രഹമുള്ളൂ. എനിക്കും ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ മോൻ്റെ സമ്മതമില്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഓളെ കെട്ടിക്കൊണ്ടിരുന്നത്? ഓനിപ്പോൾ താല്പര്യമില്ല. ഓൻ പറഞ്ഞല്ലോ അടുത്ത വർഷമൊക്കെ ആക്കാന്ന്. എന്താ നിങ്ങൾക്ക് ഇത്ര ധൃതി? നാവടക്കി വെച്ചോ, മിണ്ടാതെന്നോ, ചിലക്കണ്ട. എൻ്റെ സ്വഭാവം എനിക്കറിയില്ല. ഞാൻ കാര്യം പറഞ്ഞു എന്ന് മാത്രം. പറയാനുള്ള ഞാനും പറയും. കുറേ ഞാൻ മിണ്ടാതെ പേടിച്ച് നിൽക്കണേ. ഇനി ഞങ്ങൾ പേടിച്ച് നിൽക്കൂല. അതേ, മോന് ഇപ്പോൾ അത് നിശ്ചയത്തിനും നിക്കാഹിനും സമ്മതമല്ല. ഇൻഷാ അല്ലാ അടുത്ത വർഷമൊക്കെ മോന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോട് ഞാൻ പറഞ്ഞും ചെയ്തിക്കണ്. പിന്നെ ഇപ്പം എന്താ നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് നിക്കാഹ് കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അത്ര വലിയ ധൃതി? എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വരേ? അതേ, ഹുസൈനാജി പറഞ്ഞാൽ പിന്നെ പറഞ്ഞ വാക്കാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതുവരെ ഒരു കുട്ടി നിന്നിട്ടില്ല. എന്നിട്ടപ്പം എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ മോനും നമ്മളെ ഭരിക്കാൻ വന്നിക്കണ്. രണ്ടാൾക്കണ്ട് ഇറങ്ങി പോകേണ്ടി വരും. എവിടെങ്കിലും പോയി ജീവിച്ചോളി രണ്ടാളും. എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു വർത്താനം. എന്തെങ്കിലും പറയുമ്പോൾ ഇറങ്ങിപ്പോയിക്കോ, എടുക്കാനുള്ള എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയത് ഞാൻ കേട്ട് സഹിക്കണ്. അല്ലെങ്കിലും ഇങ്ങൾക്കിപ്പോൾ ഇന്നൊന്നും കണ്ണി പിടിക്കൂലല്ലോ. അന്ന് ഞങ്ങൾ തറവാട്ടിൽ നിന്ന് എൻ്റെ വല്യപ്പാനോട് ചോദിച്ചിട്ട് ഞങ്ങൾ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നതാണ്. അന്ന് നല്ല സുന്ദരിയാവണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടെന്നും ഇവിടെ എത്തിയപ്പോഴല്ലേ നിങ്ങളെ സ്വഭാവം ഞാൻ അറിയണത്. ഞാൻ കുറേ ഇടങ്ങാറേക്കണ് നിങ്ങളെ കൊണ്ട്. നിങ്ങളെ സ്വഭാവം വളരെ മോശമാണ്. ഇത് തൊള്ളടക്കി പിടിച്ചോ. അനാവശ്യമൊന്നും വിളിച്ചു വരാൻ നിൽക്കണ്ട മോൻ്റെ മുമ്പിൽ വെച്ച്. ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മക്കൾക്കൊക്കെ അറിയണമെന്നല്ലേ നിങ്ങളെ സ്വഭാവം. എന്താ ഇവിടെ നിക്കാഹും നിശ്ചയം നടക്കൂലേ? ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ അല്ലല്ലോ കെട്ടുന്ന ഓനല്ലേ. ഓനും കുറച്ച് വിചാരിക്കണ്ടേ? നിങ്ങളെ കല്യാണത്തിൻ്റെ കാര്യം നിങ്ങൾ വിചാരിക്കും, പക്ഷേ മോൻ്റെ കല്യാണത്തിൻ്റെ കാര്യം മോനും കുറച്ചൊക്കെ വിചാരിക്കണ്ടേ? ഓൻ എന്നുള്ള വയസ്സൊക്കെ ഇല്ലേ, തൻ്റെ ഇടല്ലേ? എന്തോ ഓന് കിള്ളക്കുട്ടിയൊന്നുമല്ലോ. ഓൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്തിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഇഷ്ടം പോലെ ഒന്നും ആക്കിയിട്ട് പോകാനാണ് ഗൾഫൊക്കെ പോവും. പിന്നെ നിക്കാഹ് കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണോ കുട്ടീനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട്? എന്താടി ഓൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക? പറയ്, ഓൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാകുക? എന്തിൻ്റെ കുറവാണ് ഓൾക്ക് ഇവിടെ ഉണ്ടാകുക? ഓൾക്ക് ഇവിടെ രാജകുമാരിയെ പോലെ കഴിയാം. എനിക്കിപ്പോൾ എത്ര പണിക്കാരത്തിയാളുണ്ട് ഇവിടെ? എനിക്ക് പണിക്കാരത്തിയാളുണ്ട്. അതിലേറെ എനിക്ക് വിഷമം തരുന്നുണ്ട്. അതേപോലെ ഓൾക്ക് ഞാൻ കൊടുക്കും. എത്രയായാലും ഓള് എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ. ഓളെ രാജകുമാരിയെ പോലെ ഇവളെ വളർത്തും. എന്താ അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്നായി പറയണത്? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓളെ രാജകുമാരിയെ പോലെ ഇവിടെ വളർത്തണ്ട. ഓൻ കൊണ്ടുപോയിക്കോട്ടെ, എന്നാലാണ് അവൾക്ക് സുഖമാവുള്ളൂ. ഓൾ അവിടെ പോയി ജീവിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. ഇവിടെ എന്നെപ്പോലെ എടുങ്ങാറാന് ആ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. എന്താണ് ജി പുലമ്പണത്? പിന്നെ മകൻ്റെ കെട്ടിയോളെ വീട്ടിലല്ലാതെ പിന്നെ ഒടുക്ക വിദേശത്തേക്കാണ് പറഞ്ഞേക്കല? എന്ത് പൊട്ടത്തരാ ജി പറയണത്? അപ്പോഴേക്കും ഹുസൈനാജി അതാ അസ്കറിൻ്റെ ഉമ്മയുടെ നേരെ കൈ ഓങ്ങി. ഉപ്പയുടെ കൈ അസ്കർ പിടിച്ചു വെച്ചു. ഉപ്പാ, എൻ്റെ ഉമ്മാനങ്ങൾ തുടരുത്. ഉമ്മ കുറേ സഹിച്ചിക്കണ്. ഉമ്മാനങ്ങൾ തൊട്ടു പോവരുത്, അടിക്കരുത്. ഇജി നിന്നെ തടുക്കാൻ മാത്രം ആയടാ. ഓൻ്റെ നേർക്കും ഹുസൈനാജി അതാ കൈ ഓങ്ങുന്നു. വേണ്ട, എൻ്റെ കുട്ടി നിങ്ങളൊന്നും ചെയ്യല്ലേ.
തള്ളി മോനെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലുണ്ടല്ലോ വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഒരു തലേക്ക് കയറുകയാണ്. പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ബാപ്പ നിങ്ങളെ കൊന്നാലും വേണ്ടില്ല, ഞാനിപ്പോൾ കല്യാണത്തിൽ നിൽക്കണില്ല, നിശ്ചയമില്ല, നിക്കാഹുമില്ല, എനിക്കിപ്പോൾ ആവശ്യമില്ല, പെണ്ണിനെ ആഗ്രഹിക്കുന്നേ ഇല്ല. ഇപ്പോൾ കുറച്ച് കഴിയട്ടെ, എനിക്ക് കുറച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട്. അല്ലാതെ നിങ്ങളിഷ്ടത്തിന് ഇവിടെ പെണ്ണെട്ടി കൊണ്ട് നിർത്താവും നിന്നെക്കൊണ്ട് കഴിയൂല. പറഞ്ഞില്ലാന്ന് വേണ്ട, എൻ്റെ പേരും പറഞ്ഞ് ഇനി ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എന്താടാ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഹുസൈനാജി അതാ മകൻ്റെ നേർക്ക് വീണ്ടും. ഉപ്പയെ പിടിച്ചു വെക്കാൻ അതാ അസ്കറിൻ്റെ ഉമ്മ മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് അസ്കറിൻ്റെ ഉമ്മയെ ബാപ്പ ഒന്ന് തള്ളി. അപ്പോഴേക്കും ഉമ്മയുടെ നെറ്റി ചുമരിൽ ചെന്നിടിച്ച് അതാ രക്തം വരുന്നു. ഉമ്മ എന്ന് പറഞ്ഞ് അസ്കർ ഉമ്മയുടെ അടുക്കലെത്തി. ഉമ്മ എന്തു പറ്റി എന്ന് പറഞ്ഞ് അസ്കർ ഉമ്മയുടെ അടുക്കലേക്കെത്തി. അതാ ഉമ്മയുടെ നെറ്റി പൊട്ടി ചോര വരുന്നു. ഉപ്പ, എൻ്റെ ഉമ്മയെ നിങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഉമ്മ? ഒരുപാട് സഹിച്ചിക്കണം എൻ്റെ ഉമ്മ. ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ ഉമ്മയെ. ഇവിടെ നിങ്ങൾ നിർത്തൂലെങ്കിൽ. കുറേ ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വത്തും മുതലും ഒക്കെ ഉണ്ടായിട്ടെന്താ? മനസ്സമാധാനമല്ലേ വേണ്ടത്? ഒരിക്കലും ഉമ്മയെ ഞാൻ ഇവിടെ നിർത്തുന്നില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ കൂടെ. അങ്ങനെയാണെങ്കിലേ ഇയാണ്ട് കൊണ്ടുപോയിക്കോ, അതായിരിക്കും നല്ലത്, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഉമ്മയുടെ നെറ്റിയിലൂടെ ഒലിച്ചു വരുന്ന ആ രക്തം അതാ അസ്കർ കൈകൊണ്ട് തുടക്കുന്നു. ഉപ്പ, എൻ്റെ ഉമ്മയെ തൊട്ടു പോകരുത് നിങ്ങളെന്ത് ചെയ്തത് ഉമ്മാനെ? അസ്കറിന് നല്ല സങ്കടം വന്നു. ഉമ്മ വരി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്താ പറ്റിയത് മോനെ? അത് സാരല്ലടാ, അവിടെ നിന്ന് തട്ടിയതല്ലേ. അത് സാരല്ലമ്മ, തലയാണ് ഇടിച്ചത്. ഹുസൈനാജി ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. രണ്ടിനെയും പുറത്താക്കാനുള്ള നിമിഷങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പം എൻ്റെ നേർക്കാണ് രണ്ടാളും. എന്താ ഞാൻ വിചാരിച്ചാൽ ഇവിടെ നിക്കാഹ് നിശ്ചയം നടക്കൂലേ? ഓല് വലിയ ആളാകാൻ വന്നിക്കണ് ഹുസൈനാജിൻ്റെ തറവാട്ടിൽ ഇമ്മിയും മോനും. അയാൾ പല്ല് ഞെരിച്ചുകൊണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചു. അപ്പോഴതാ ബ്രോക്കർ മജീദ് കയറി വരുന്നു. എന്താ മുതലാളി, കുറച്ച് ദേഷ്യത്തിലാണല്ലോ? ദേഷ്യം എങ്ങനെ പിടിക്കാതിരിക്കും? അങ്ങനെ ഇവിടുത്തെ കാട്ടിക്കൂട്ടിൽ എനിക്കെന്താ ഇവിടെ ഒരു നിലയും വിലയൊന്നും ഇല്ലേ? ഇത്രയും സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇന്നൊരു വിലയില്ല ഞാൻ പിന്നെ എന്താ ഇവിടെ? ഇതെന്തൊരു അർത്ഥം? നിങ്ങൾ ചൂടാകാത്ത കാര്യം പറയും. ഒന്നുമില്ല മജീദേ, എൻ്റെ ഇഷ്ടങ്ങൾ ഇവിടെ നടക്കൂലെന്ന്. അതന്നെ ഓല് പറയും പോലെ നടക്കുള്ളത്രേ. നിക്കാഹു നിശ്ചയമൊക്കെ അടുത്ത കൊല്ലം മതി, ഈ കൊല്ലം വേണ്ട. എന്തിനാ 10 നീട്ടിരേണ്ട വല്ല ആവശ്യം? ഞാൻ പറഞ്ഞു കൊടുക്കാൻ കേട്ടാൽ പോരെ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ബേജാറാകല്ലേ, നിങ്ങൾ ടെൻഷനാകല്ലേ. എന്താ കുറച്ച് വെള്ളം കുടിച്ചോളേ. മജീദ് അതാ ഹുസൈനാജിയെ ആശ്വസിപ്പിക്കുന്നു. അകത്തേക്ക് മജീദിൻ്റെ ശബ്ദം കേട്ട അസ്കർ ഉമ്മയോട്, ആ തന്തയാണ് ഉപ്പാനെ കേടുവരുത്തുന്നത്, അയാൾ ഓരോന്ന് കൊണ്ടുവരും ഇങ്ങനെ, എന്നിട്ട് ഉപ്പാൻ്റെ വലങ്കയായി നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ടത് വെള്ളം കൊടുക്കലും ആശ്വസിപ്പിക്കലും ഒക്കെയാണ്. ഇനിയിപ്പോൾ എന്തായിട്ടാണ് അവൻ വരുന്നത്? അയാൾ എന്ത് സാധനം? അയാൾ ആദ്യം ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. മോനെ, അതെങ്ങനെ? അയാൾ ഉപ്പാൻ്റെ വലങ്കയല്ലേ? പിന്നെ അതുമല്ല, അയാളെന്താ പറയണത് അതുപോലെയാണ്. അയാൾ ചെറ്റത്തരാണ് കാണിക്കുന്നത്. എത്രയോ പെണ്ണുങ്ങളെ ഇപ്പാക്ക് വേണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും ഞാനതൊക്കെ സഹിച്ചു നിൽക്കണം മോനെ. ഇവിടെ എത്രയോ പെണ്ണുങ്ങളെ എത്രയോ കാണാനും പോയിക്കണെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും എന്നോട് പറയില്ല. അവിടെ നിന്ന് ഇങ്ങനെ സിറ്റൗട്ടെന്ന് പറയണതാണ്, അങ്ങനെ കേൾക്കണതാണ് ഞാൻ. എന്നാൽ നമുക്ക് പോയി തരാം എന്നൊക്കെ പറയും. ഓരോ പെണ്ണുങ്ങളെ കാണും, അതിനെ പറ്റി വന്ന് പറയും മൂപ്പരോട്. ഇതാണ് സ്ഥിതി. ഞാനെല്ലാം കേട്ട് സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ ജീവിക്കണം മോനെ. അല്ലാതെ ഉമ്മാക്ക് ഇതിനുള്ളിൽ ഒരു സമാധാനമില്ല. ഉമ്മ നിങ്ങൾ സമാധാനപ്പെടേ. എൻ്റെ ഉമ്മാക്കൊന്നുമില്ല. ഉപ്പാൻ്റെ സ്വഭാവം അങ്ങനെ പോയി. എന്താ ചെയ്യുക? അയാൾ ആദ്യം അവിടെ നാട്ടി വിടണം, എങ്കിലെന്നെ ഉപ്പാനെ സ്വഭാവമൊക്കെ നന്നാവുള്ളൂ. എൻ്റെ ഉമ്മ സമാധാനപ്പെടി. ഉമ്മക്ക് ഞാനല്ലേ എല്ലാത്തിനും. ഉമ്മ വിഷമിക്കണ്ട. അസ്കർ ഉമ്മയെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.